ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് സലാർ എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും അറിയാം, ഇത് ഒരുപാട് നാളായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് KGF എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത പ്രശാന്ത് നീൽ എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ സിനിമ. സോ 1 and 2 നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് ആദ്യം KGF എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് ആരും അധികം കാണാനില്ലാതെ, പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. KGF 2നും കിട്ടിയത് അതുപോലൊരു വരവേൽപ്പായിരുന്നു. പക്ഷേ ഇവിടെ സലാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് KGF ആയിട്ടുള്ള ഒരു യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാത്തിരിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. രണ്ടാമത്തെ കാര്യം, പ്രഭാസ് എന്ന് പറയുന്നൊരു നടൻ. അദ്ദേഹത്തിൻ്റെ ബാഹുബലിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളൊരു സിനിമ. കാരണം ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വേറെ ലെവലിലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് പ്രഭാസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഡാർലിംഗ്, മിർച്ചി, ഛത്രപതി പോലുള്ള സിനിമകളൊക്കെ കണ്ടപ്പോൾ, ബില്ല, ഈ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പ്രഭാസ് എന്ന് പറയുന്നൊരു നടനോട് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പുള്ളിയുടെ ഒരു ഹൈറ്റും പുള്ളിയുടെ ഒരു ലുക്ക്, പുള്ളിയുടെ ഒരു ചാമിങ് ലുക്കാണ്. സോ റെബൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പേര് തന്നെ എനിക്ക് പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി അടിപൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡായിട്ട് മാറി. കാരണം അതുപോലുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും വലിയൊരു കഥാപാത്രം ഏറ്റെടുത്താൽ മാത്രമേ പുള്ളിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ പ്രേക്ഷകരായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ആദിപുരുഷ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവ് നേരിടേണ്ടി വന്ന സാഹചര്യം. സോ സലാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സലാർ എന്ന് പറയുന്നൊരു സിനിമ ഒരു എന്താ പറയുക, ടോട്ടലി പ്രശാന്ത് നീലിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നതിലുപരി ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നൊരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് പുതിയൊരു തരത്തിലാണ്. സോ മൂവിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, കാൻസാർ എന്ന് പറയുന്നൊരു സ്ഥലം, ആ സ്ഥലത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും സംഭവങ്ങളും, അവിടെ ഉണ്ടാകുന്ന 2 സൗഹൃദങ്ങളും അതിനിടയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളും ഒക്കെയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നൊരു കാര്യം. അവിടെ ഈ പറയുന്ന പ്രഭാസിൻ്റെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും കഥാപാത്രങ്ങളുടെ ഒരു ബോണ്ടിങ്. പക്ഷേ ഈ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മളെ പ്രശാന്ത് നീൽ അണ്ണനെ ഈ അമ്മാപ്പാസം വിട്ട് കളിക്കാൻ പറ്റത്തില്ല എന്നൊരു ഫീൽ എനിക്ക് ഇവിടെയും തോന്നുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് അമ്മാപ്പാസത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നൊരു മകൻ്റെ കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലേക്കാണ് ആക്ച്വലി സിനിമ ഒരു കഥയ്ക്കും ഒരല്പം ഒരു ഗൗരവം കൊടുത്തിട്ട് കൊണ്ടുവരുന്നത്. അവിടെ ഉണ്ടാകുന്ന ആക്ഷൻ സീക്വൻസുകളൊക്കെ ആണെങ്കിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചില സീൻസിനൊക്കെ അത്യാവശ്യം ഗൂസ് ബംസ് ഫീൽ ചെയ്യുന്നതുണ്ട്. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺസ് ഒക്കെ കുഴപ്പമില്ലാത്ത റീസൺസും ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ഫുള്ള് മടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അമ്മാപ്പാസം വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഈ അമ്മാപ്പാസം കാണിച്ച് എത്ര നാൾ പ്രശാന്ത് നീൽ ഈ ഒരു ഗിമ്മിക്ക് കൊണ്ട് നടക്കുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് അതർവൈസ് മറ്റ് സംഭവങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രവി ബസു പുള്ളിക്കാരൻ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല. KGF തന്നെ കിടന്ന് കറങ്ങുകയാണ്. KGF 1, 2, പിന്നെ പറയുന്നതൊക്കെ കബ്സക്കകത്തുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കൊണ്ട് ഇവിടെയും അതേ സാധനം തന്നെ നേരെ ഒരൊറ്റ പോക്ക്, ധീര അത് ഇച്ചിരി ഒന്ന് ബീറ്റ് പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സലാം റോക്കി ബായ് പിടിച്ചിട്ട് സലാർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കർണനകത്തൊരു സോങ് ഉണ്ടല്ലോ, കണ്ട വര ചൊല്ലുങ്ക, ആ സാധനം അതുപോലെ തൂക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇത് കുറ്റപ്പെടുത്തലല്ല, കളിയാക്കല്ല. പക്ഷേ ആ സെയിം ബീറ്റുകൾ അതേ ഫോർമാറ്റിൽ, അതേ കളറിങ്ങിൽ, കുറച്ച് കഥാപാത്രങ്ങൾക്ക് മാത്രം ഒരു ചേഞ്ചസ് വന്നിട്ട് നമ്മൾ അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ തന്നെ വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് മറ്റേതുമായിട്ട് കണക്റ്റ് ആവും. സോ ആ കാര്യത്തിൽ ഈ സിനിമ എനിക്ക് അങ്ങനെ ഒരു ഏരിയ കുറച്ചൊക്കെ ഒരു വല്ലാത്ത നിരാശ ഫീൽ ചെയ്തു. പിന്നെ ആക്ഷൻ സീക്വൻസ് പക്കയാണ്, പൊളിയാണ്. അത് എസ്പെഷ്യലി നല്ല വയലൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് ഒരു ദേവിയുടെ ഒരു മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഗംഭീര സാധനമാണ്, അതൊരു അടിപൊളി സാധനമാണ്. പിന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് പൃഥ്വിരാജിൻ്റെ ഏരിയ പോർഷൻസ് വെച്ചിട്ട് ഇവരുടെ ഫാൻ ബേസ് സംസാരം വെച്ചിട്ടുള്ള ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ള സാധനമാണ്. സോ ആ ഏരിയയിലുള്ള ഫൈറ്റും പക്കയാണ്. സോ ഈ സിനിമ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് അടുത്തതിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ കണക്ട് ചെയ്യാനും കാത്തിരിക്കാനും വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഇനി KGF ആയിട്ട് കണക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിനൊരു വ്യക്തത ഇല്ലാത്ത രീതിയിൽ എവിടേക്കോ തെറിച്ച് കിടപ്പുണ്ട്. ബട്ട് ഇനി മേ ബി സെക്കൻഡ് പാർട്ടിൽ വല്ലതും കണക്റ്റ് ആയി, ഇല്ലെങ്കിൽ ഇല്ല. ഇത് മറ്റൊരു യൂണിവേഴ്സായിട്ട് തന്നെ കാണുക. അപ്പോൾ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഒരു 1 ടൈം വാച്ചബിളിന് പറ്റിയൊരു മൂവി, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു നടനെക്കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇത് റിലീസ് ചെയ്തിരിക്കുന്ന അത്രയും ഭാഷകളിൽ സ്വന്തം ശബ്ദം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആ ഒരു ഏരിയയൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബ്ബിങ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നാടകത്തിന് തിരികൊളുത്തിയതുപോലുള്ള ഡബ്ബിംഗ് ആയിരുന്നു. അതിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ വരുന്ന 2 അമ്മച്ചിമാരുണ്ട്, ഒരു രക്ഷയില്ല. അവർക്ക് ഇവരൊക്കെ ഇങ്ങനെ ഈ പിന്നെ വയറ്റിൽ നിന്ന് പോവാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വല്ലതും ഡയലോഗ് പറയുകയാണോ? അവൻ എവിടെയാണ്, അവനെ ഞാൻ കാണേണ്ടതാണ്, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുക്കി പിടിച്ച് പറയേണ്ട കാര്യം എന്താണ്? ഇത് സിമ്പിളായിട്ട് ഡയലോഗ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ കൂളായിട്ട് പറയാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് അവരെ ഇങ്ങനെ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ കടിച്ച് പിടിച്ച് നിങ്ങളിത് ചെയ്യുമെന്ന് പറയുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. ശങ്കർ രാമകൃഷ്ണൻ ഡബ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഗിരിചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ കുറച്ച് പോർഷൻസ് വളരെ ക്ലിയർ ആണ്. എസ്പെഷ്യലി പൃഥ്വിരാജിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം സിമ്പിളായിട്ടാണ് ആ ഡയലോഗുകൾ അദ്ദേഹം പറയുന്നത്. അത് വട എന്ന് പറയുന്നൊരു വിളിയുണ്ട്. ആ വിളിയിൽ പോലും ഒരു നാച്ചുറൽ ഫീലുണ്ട്. അത് എല്ലാ കഥാപാത്രങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ ടോട്ടലി സിനിമാറ്റോഗ്രാഫി, ചിലയിടങ്ങളിലുള്ള കളറിങ്, ഗ്രേഡിങ് ആൻഡ് ലൈറ്റിങ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ നൈസാണ്. പിന്നെ ശ്രുതി ഹാസൻ്റെ കഥാപാത്രം എന്താണ് ഏതാണ് എന്നുള്ളത് എനിക്കിപ്പോഴും വ്യക്തമല്ല. കാരണം ആ ഒരു കോൺഫ്ലിക്റ്റും ഇതുവരെ കറക്റ്റായിട്ട് പുറത്ത് വന്നിട്ടില്ല. സോ അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കുറച്ച് കഥാപാത്രങ്ങളെയും ബാക്കിയിട്ട് പ്രശാന്ത് നീൽ അണ്ണൻ പടം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിവേ എന്താണെങ്കിലും തിയേറ്ററിൽ ഒരു 1 ടൈം വാച്ചബിളിന് പറ്റിയ ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ മൂവിയാണ് സലാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.